ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ആഡ്സെൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ ഡൗട്ട് എല്ലാം ഉണ്ടാകാം. അതിനാൽ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ മൾട്ടിപ്പിൾ ആഡ്സെൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്തവർക്ക് അവർക്ക് ഈ മൾട്ടിപ്പിൾ ആഡ്സെൻസിൽ ഇതിൽ ഒരേ ബാങ്ക് അക്കൗണ്ട് എല്ലാം കൊടുക്കാൻ സാധിക്കുമോ? ഇത്തരത്തിൽ പലർക്കും ഡൗട്ട് എല്ലാം ഉണ്ടാകാറുണ്ട്. അതായത് വ്യത്യസ്തമായ ആഡ്സെൻസ് അക്കൗണ്ടിൽ ഒരേ ബാങ്ക് അക്കൗണ്ട് എല്ലാം കൊടുക്കുകയാണെങ്കിൽ ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെല്ലാം നോക്കാം. ഇപ്പോൾ നമുക്ക് ചില ഫാമിലിയിൽ ഒന്നിൽ കൂടുതൽ ചാനൽ എല്ലാം ഉണ്ടാകും. അപ്പോൾ പലരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്ക് 2 ചാനലുണ്ട്, ഈ 2 ചാനലും എനിക്ക് വേണമെങ്കിൽ ഒരേ ആഡ്സെൻസുമായി ലിങ്ക് ചെയ്യാം. അതായത് എന്റെ പേരിലുള്ള ഒരു ആഡ്സെൻസിൽ എനിക്ക് 2 ചാനൽ എല്ലാം ലിങ്ക് ചെയ്യാൻ സാധിക്കും. 2ൽ കൂടുതൽ ചാനലും നമുക്ക് ഇതിൽ ലിങ്ക് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് മൾട്ടിപ്പിൾ ചാനൽ ഒരേ ആഡ്സെൻസിൽ ലിങ്ക് ചെയ്യാനുള്ള ഇത്തരത്തിലുള്ള ഒരു സജ്ജീകരണം എല്ലാം ഉണ്ട്. എന്നാൽ ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ 3 ചാനൽ എല്ലാം ഉണ്ട്, ഇതെല്ലാം തന്നെ ഒരേ ആഡ്സെൻസിൽ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ മൾട്ടിപ്പിൾ ആഡ്സെൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരാളുടെ പേരിൽ ഒരു ആഡ്സെൻസ് മാത്രമാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പാടൂ. അതായത് നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാളുടെ പേരിൽ ഒരു ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്താൽ മറ്റൊരു ആഡ്സെൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇത് നിങ്ങളുടെ ഫാമിലിയിലുള്ള മറ്റാരുടെയെങ്കിലും പേരിലെല്ലാം ആയിരിക്കണം ഇത്തരത്തിൽ ആഡ്സെൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ നിങ്ങൾ മൾട്ടിപ്പിൾ ആഡ്സെൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്തുവെങ്കിൽ ഇതിലെല്ലാറ്റിനും കൂടി നിങ്ങൾ ഒരേ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാതിരിക്കുക. കാരണം യൂട്യൂബിന്റെ പോളിസി പ്രകാരം ഒരാൾക്ക് ഒരു ആഡ്സെൻസ് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പാടൂ. അതിനാൽ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് ഒരു ആഡ്സെൻസുമായി മാത്രമേ ലിങ്ക് ചെയ്യാൻ പാടൂ. എന്നാൽ ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ മൾട്ടിപ്പിൾ ആഡ്സെൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് അതിലെല്ലാം തന്നെ ഒരേ ബാങ്ക് അക്കൗണ്ട് എല്ലാമാണ് കൊടുത്തിരിക്കുന്നത് എന്ന്. ഇപ്പോഴും അതിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പലരും ചോദിക്കാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഇത് യൂട്യൂബ് ട്രേസ് ഔട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ എല്ലാം അവർ മനസ്സിലാക്കുമ്പോൾ ഇതിൽ നിങ്ങളുടെ നിലവിലുള്ള ആഡ്സെൻസിൽ പ്രോബ്ലം എല്ലാം വരാം. അതിനാൽ തന്നെ നിങ്ങൾ മൾട്ടിപ്പിൾ ആഡ്സെൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഇത്തരത്തിൽ ഒരേ ആളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാതിരിക്കുക. ഇപ്പോൾ എന്റെ ചാനലിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇത് എനിക്ക് ഇനി മറ്റൊരു ചാനലിൽ കൊടുക്കാൻ പാടില്ല. ഇത്തരത്തിൽ ഇനി എന്റെ വീട്ടിൽ ആരെങ്കിലും യൂട്യൂബ് ചാനൽ എല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരാളുടെ പേരിലുള്ള അതേ ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്